തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സുരേഷ് ഗോപി മതിലിൽ താമര ചിഹ്നം വരച്ചാണ് പ്രചാരണം ആരംഭിച്ചത്. രാജ്യത്താകെ താമര തരംഗം ആഞ്ഞടിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. താൻ തന്നെ സ്ഥാനാർത്ഥിയാകുന്ന തൃശൂരിലെ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് ഔപചാരികമായി സുരേഷ് ഗോപി തുടക്കം കുറിച്ചത്. ചുവരിൽ താമര വരച്ച് പ്രവർത്തകർക്ക് ആവേശമാകാനും തിരഞ്ഞെടുപ്പിന്റെ സന്ദേശം നൽകാനും അദ്ദേഹം മറന്നില്ല. തൃശൂർ വലിയാലക്കലായിരുന്നു സുരേഷ് ഗോപി ചുവരിൽ താമര വരച്ചത്. താമരയുടെ ചെറിയൊരു ഭാഗം മതിലിൽ വരച്ചു. താമര പൂർത്തിയാക്കാൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. രാജ്യമൊട്ടാകെ ഉണ്ടാകുന്ന താമരത്തരംഗം തൃശൂരിലും പ്രതിഫലിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. രാജ്യത്തിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിന്റെ വിശ്വാസം കൂടിയായി മാറിയാൽ സാക്ഷാത്കാരത്തിൽ വരുമ്പോൾ കേരളത്തിനും അതിൻ്റെ പങ്കുപറ്റാൻ സാധിക്കും. കേരളത്തിൻ്റെ അതിൻ്റെ ഗുണമുണ്ടാകും. പ്രവർത്തകർക്ക് ചുവരെഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകനെന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്തു എന്നേ ഉള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 15 കേന്ദ്രങ്ങളിലാണ് BJP ചുവരെഴുത്ത് തുടങ്ങിയത്. സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെ ചിഹ്നം മാത്രമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം എഴുതി ചേർക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് തൃശൂരിലെ BJP പ്രവർത്തകർ. റിപ്പോർട്ടർ, തൃശൂർ.